പ്രിയ സ്നേഹിതരെ, ക്രിസ്മസ് എന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി ഒഴുകിയെത്തുന്നത് വികാരങ്ങളുടെ ഒരു ഊഷ്മളതയാണ്. മധുരങ്ങളുടെയും നിറങ്ങളുടെയും ഒരു നൊസ്റ്റാൾജിക് സൗന്ദര്യം. വെളിച്ചങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വീടുകൾ, ഗാനങ്ങളാൽ നിറഞ്ഞ അന്തരീക്ഷം, സമാധാനത്തിൻ്റെ ഒരു നിശബ്ദത. അങ്ങനെ സന്തോഷകരമായ ഒരു ആഘോഷമായാണ് നാം ക്രിസ്മസിനെ പൊതുവെ കാണുന്നത്. എന്നാൽ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ക്രിസ്മസ് ഒരു വികാരാഘോഷം മാത്രമല്ല, അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. ക്രിസ്മസ് കഥയെ ഒരു വലിയ ക്യാൻവാസിൽ വരയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വെറും സ്വർണ്ണ നിറങ്ങളാലും ഊഷ്മള വെളിച്ചങ്ങളാലും മാത്രമാകില്ല. അതോടൊപ്പം രക്തത്തിൻ്റെ ഇരുണ്ട ചുവപ്പും ഭയത്തിൻ്റെ കറുത്ത നിഴലുകളും ആ ക്യാൻവാസിൽ തെളിയും. അവിടെ ഒരു വശത്ത് തൊഴുത്തിൽ കിടക്കുന്ന നിസ്സഹായനായ ഒരു കുഞ്ഞുണ്ട്. പ്രത്യാശയുടെ ശ്വാസം പോലെ സ്നേഹത്തിൻ്റെ ശരീരമായി. പക്ഷേ മറ്റൊരു വശത്ത് അധികാരത്തിൻ്റെ ഭയത്തിൽ കുലുങ്ങുന്ന ഒരു ഭരണാധികാരിയുണ്ട്. സ്വന്തം സിംഹാസനം രക്ഷിക്കാൻ, നിരപരാധികളുടെ രക്തം ചൊരിയാൻ ഒരു നിമിഷം പോലും മടിക്കാത്ത ഹെറോദാവ്. ഇതാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ ചിത്രം. വെളിച്ചവും ഇരുട്ടും ഒരേ സമയം നിലകൊള്ളുന്ന ചിത്രം. സമാധാനവും ക്രൂരതയും ഒരേ കഥയിൽ ചേർന്ന ചിത്രം. അതിനാൽ ക്രിസ്മസ് വെറും സന്തോഷത്തിൻ്റെ ഓർമ്മയല്ല, അത് ഈ ലോകത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വന്ന നിമിഷമാണ്. തൊഴുത്തിലെ വെളിച്ചം ഇരുട്ടിനെ വെല്ലുവിളിച്ച നിമിഷം. തൊഴുത്തിലെ വെളിച്ചം ഒരു മതചിത്രമല്ല, അത് ചരിത്രത്തിൻ്റെ ഇരുണ്ട യാഥാർത്ഥ്യത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു ചോദ്യമാണ്. ചരിത്രം എന്നത് വിജയികളുടെ രേഖയല്ല, അത് അധികാരത്തിൻ്റെ, യുദ്ധങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ ഒരു നീണ്ട നിഴലാണ്. ആ ഇരുട്ടിലേക്ക് തൊഴുത്തിലെ വെളിച്ചം ഒരു ഉത്തരമായി അല്ല, മറിച്ച് ഒരു ചോദ്യമായിട്ടാണ് വന്നത്. ഒരു കുഞ്ഞിന്റെ ജനനം ചരിത്രത്തോട് ചോദിച്ചു, അധികാരമില്ലാതെ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ലേ? ഒരു നിസ്സഹായ ശ്വാസം ലോകത്തോട് ചോദിച്ചു, ശക്തിയില്ലെങ്കിൽ സത്യത്തിന് സ്ഥാനമില്ലേ? ഒരു തൊഴുത്ത് കൊട്ടാരങ്ങളോട് ചോദിച്ചു, മാനവികത സിംഹാസനങ്ങളിൽ മാത്രമാണോ ജനിക്കുന്നത്? ഈ ചോദ്യം ഒരു മതപ്രശ്നമല്ല, അത് മനുഷ്യരാശിയുടെ അടിസ്ഥാന ധാരണകളെ കുലുക്കിയ ഒരു ചോദ്യമാണ്. ചരിത്രം നമ്മെ പഠിപ്പിച്ചത് ശക്തിയാണ് സത്യമെന്ന്, ഭയമാണ് ക്രമം നിലനിർത്തുന്നതെന്ന്, അധികാരമാണ് സുരക്ഷയെന്ന്. പക്ഷെ തൊഴുത്തിലെ വെളിച്ചം ഈ മുഴുവൻ നിഗമനങ്ങളെയും
നിശബ്ദമായി ചോദ്യം ചെയ്തു. അതുകൊണ്ടാണ് അത് അപകടകരമായത്. കാരണം ഉത്തരങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും, പക്ഷേ ചോദ്യങ്ങൾക്കാണ് അധികാരികളെ ഉറക്കം കെടുത്താൻ കഴിയുന്നത്. പ്രിയ സ്നേഹിതരെ, ഇന്നും ഒരു മനുഷ്യൻ ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിക്കുന്ന നിമിഷം ചരിത്രത്തിന്റെ ഇരുട്ട് അസ്വസ്ഥമാകുന്നു. അതിനാലാണ് തൊഴുത്തിലെ വെളിച്ചം ഒരു സംഭവം മാത്രമല്ല, അത് ചരിത്രത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഓരോ കാലത്തും ഓരോ സമൂഹത്തിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ബോധത്തിന്റെ ചെറിയ ഒരു തീപ്പൊരി തെളിയുന്ന നിമിഷം ഇരുട്ട് വിറയ്ക്കും, അധികാരം അസ്വസ്ഥമാകും, നിയന്ത്രണം പൊട്ടിത്തെറിക്കും. അതിനാലാണ് ക്രിസ്മസ് ഒരു ഓർമ്മ മാത്രമല്ല, അത് ഒരു വെല്ലുവിളിയാണ്. തൊഴുത്തിലെ വെളിച്ചം ഇരുട്ടിനെ വെല്ലുവിളിച്ച നിമിഷം ഇന്നും തുടരുകയാണ്. ഓരോ സത്യം പറയുന്ന വാക്കിലും, ഓരോ അനീതിയെ ചോദ്യം ചെയ്യുന്ന മനസ്സിലും, ഓരോ സ്നേഹപ്രവൃത്തിയിലും ആ വെളിച്ചം വീണ്ടും തെളിയുന്നു. ഏവർക്കും ഹാപ്പി ക്രിസ്മസ്.